ഹലോ, ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹെന്ന എലമെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെന്ന ഡിസൈനിങ്ങിന്റെ ഈ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് പിന്നീട് മെഹന്തി ഡിസൈനിങ് ഒക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആൻഡ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലൈൻസ്, ഫില്ലിംഗ്, ഹംപ്, സ്പൈറൽ, ഡോട്ട്സ്, ഡ്രോപ്സ്, ലീവ്സ്, ഫ്ലവർ, റോസ്, പിന്നെ ലീവ്സും കൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഹെന്ന കോൺ എങ്ങനെയാണ് പിടിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. നമ്മളിത് ഇതുപോലെ പെൻസിൽ പിടിക്കുന്ന പോലെയാണ് ഹെന്ന കോൺ നമ്മൾ പിടിക്കേണ്ടത്. ഇത് ഇതുപോലെ തള്ളവിരലും ചൂണ്ടുവിരലും ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഹെന്ന കോൺ പിടിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ലൈൻസ് ആണ്. ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മളൊരു പോയിന്റിൽ മുട്ടിച്ചിട്ട് പിന്നീട് നമ്മൾ ആ എൻഡിങ്ങിലാണ് നമ്മൾ അവിടെ മുട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഇപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ഒരു പോയിന്റിൽ ഇതെങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ഡ്രാഗ് ചെയ്താണ് കൊണ്ടുപോയി ആ എൻഡിങ്ങിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലൈൻസ് വരയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലൈൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫില്ലിംഗ് ആണ്. ഫില്ലിംഗ് വരയ്ക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ 4 ലൈൻസ് വരച്ചു കൊടുക്കുക. അതിനിടയിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഫില്ലിംഗ് ചെയ്യുമ്പം ആ 2 ലൈൻസിൻ്റെ ഇടയിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 ലൈൻസ് വരച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലെ നല്ല പെർഫെക്റ്റ്ലി നമുക്ക് ആ ഒരു ഫില്ലിങ് ശരിയായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ലൈൻസ് അല്ലാതെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അതിൽ കിട്ടണമെന്നില്ല. നമ്മൾ ലൈൻസ് വരച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷനോട് കൂടി ആ ഒരു ഫില്ലിങ് നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹമ്പാണ്. ഹമ്പ് വരയ്ക്കുമ്പം ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരച്ചിട്ട് അതിന് മേലേക്ക് ചെറിയൊരു റാ പോലെ നമ്മൾ വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എത്രത്തോളം സ്ലോ ആക്കി വരയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ല നീറ്റ് ആൻഡ് പെർഫെക്ഷനിൽ കിട്ടും. പിന്നെ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരേ ഹൈറ്റിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സെയിം ഹൈറ്റിൽ എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുപോലെ വരച്ചു കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് സ്പൈറലാണ്. സ്പൈറൽ വരയ്ക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കാണ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്പൈറൽ നമുക്ക് എത്രത്തോളം വലുതായിട്ടാണ് വരയ്ക്കേണ്ടത് അത്രത്തോളം ആ ഒരു വലുതായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് ആ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൈറൽ ആവശ്യാനുസരണം നമുക്ക് വലുതാക്കിയെടുക്കാം. അപ്പോൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരച്ചെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നെക്സ്റ്റ് വരുന്നത് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് വരയ്ക്കുമ്പോൾ നമ്മളിത് ആ ഒരു നിശ്ചിത അകലം നമ്മൾ ആ ഒരു സർഫസുമായിട്ടൊരു നിശ്ചിത അകലം പാലിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡോട്ട്സ് വരച്ചെടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത്. അവിടെ ചെറിയൊരു പ്രഷർ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡ്രോപ്സ് ആണ്. ഡ്രോപ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഡ്രോപ്സ് റെഡിയാവും. അപ്പം ഇത് വെച്ച് നമുക്ക് ലീവ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ഡ്രോപ്സ് വെച്ചിട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇതുപോലെ ചെയ്തെടുക്കാനാവുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്ന ലീവ്സ് ആണ്. ലീവ്സ് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ലൈനിങ് വരച്ചിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല പെർഫെക്ഷനോടുകൂടി നമുക്ക് ലീവ്സ് വരച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ ലീവ്സ് ഒക്കെ വരച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനിങ് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തെടുത്താലും നല്ലതുപോലെ ഒരു ലീവ്സ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രഷർ അപ്ലൈ ചെയ്ത് ലീവ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ളവർക്കാണ് ഇത് പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈനിങ് വരച്ചിട്ട് ലീവ്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഫ്ലവറാണ്. ഈ ഫ്ലവർ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അത് ഇതുപോലെ സ്പൈറൽ വരച്ചിട്ട് ഹമ്പ് വരച്ചു കൊടുക്കാം. ഹമ്പ് വരച്ചതിന് ശേഷം ഇതിൽ റാ വരയ്ക്കുന്നത് പോലെ നമ്മൾ ഇതളുകൾ വരച്ചു കൊടുക്കണം. ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലവർ വരയ്ക്കാൻ പറ്റുന്നതാണ്.
എന്നിട്ട് ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യാനുസരണം നമുക്കിത് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റോസാണ്. റോസ് വരയ്ക്കുമ്പോഴും ഫസ്റ്റ് സ്പൈറലിന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ലീവ്സ് വരച്ചില്ലേ നേരത്തെ, അതുപോലെ ഇതുപോലെ രണ്ട് സൈഡ് ലീവ്സ് വരച്ചു കൊടുക്കുക താഴേക്കായിട്ട്. ലീവ്സ് വരച്ചിട്ട് മേളിൽ നമ്മൾ കുറച്ച് ഇതളുകൾ വരയ്ക്കുന്നത് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റോസ്, നിങ്ങൾക്ക് ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് റോസ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ വേറെ ഒരു ടൈപ്പ് റോസും കൂടി ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. അതിനും ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കണം. ആദ്യം സ്പൈറൽ വരച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ നമ്മൾ ആ ഒരു സെയിം ലീവ്സ് തന്നെ കൊച്ചായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ഒരു സ്മോൾ ലീവ്സ് കണക്ക് നമ്മളത് ഇതുപോലെ ചുറ്റിനും വരച്ചു കൊടുക്കുക. അതേ ലീവ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ റോസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. കണ്ടില്ലേ ഇതുപോലെ. നെക്സ്റ്റ് വരുന്നത് ലീവ്സ് ആണ്. ഈ ലീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിഗ് ലീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇതുപോലെ വലിയ ഒരു ലീവ്സിന് വേണ്ടിയുള്ള ലൈനിങ് കൊടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ അകത്തേക്ക് കൊച്ചു കൊച്ചു ലീവ്സ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. എന്ന് വെച്ചാൽ ആ ലീവ്സിൻ്റെ ലൈനിങ് ഇട്ട ആ ലീവ്സിൻ്റെ ഷേപ്പിന് തന്നെ അകത്തേക്ക് നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഇത് ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ ലീവ്സിനകത്തേക്ക് കൊച്ചു കൊച്ചു ലീവ്സ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ വരച്ചെടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വൈൻസ് ആണ്. വൈൻസ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ ആഡ് ആക്കാനായിട്ട്. വൈൻസ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മളൊരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ ലൈൻസിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡ്രോപ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഡ്രോപ്സ് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ഇട്ടിട്ട് അതിനൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇതിൽ തിരിച്ച് റിവേഴ്സായിട്ടാണ് കേട്ടോ ഞാൻ ഡ്രോപ്സ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. പക്ഷെ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഡ്രോപ്സ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട്സ് ഇട്ടിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വൈൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ അറബിക് ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ ലൈൻസ് വളച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഡ്രോപ്സ് വരച്ചു കൊടുത്താൽ നമുക്ക് അറബിക് ഡിസൈൻസിലെ പോലത്തെ വൈൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുപോലെ വരച്ചാണ് നല്ല എളുപ്പമുള്ളത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിത് എന്തായാലും നല്ലോണം നിങ്ങൾക്കിത് കൈ വഴങ്ങുന്ന രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഡിസൈന് ഒരു പെർഫെക്ഷനും ഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ്. ഇത് പഠിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു ഹെന്ന ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഏത് ഹെന്ന എലമെൻറ്റ്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് ഞാൻ വീഡിയോ ആയിട്ടിടാൻ വേണ്ടി ശ്രമിക്കാം.